ഹലോ, യൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് വെച്ച് ഒരു ബീഫ് ഫ്രൈ, ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതായത് നമ്മളിത് കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും ദൂരോട്ടൊക്കെ കൊടുത്തയക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനു മുമ്പ് ഞാനൊരു ബീഫിൻ്റെ വരട്ടി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് വിറകടുപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വിറകടുപ്പിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതവിടെ കിടന്ന് വറ്റി കറക്റ്റായിട്ട് വരും. പിന്നെ ഇത് ആദ്യം വേണമെങ്കിൽ ബീഫ് ഒന്ന് കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നേരെ അടുപ്പിലും ചെയ്യാം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിൽ കുക്കറിൽ വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 2 കിലോ ബീഫ് നല്ലപോലെ കഴുകി വാരി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റൗവിലും വെച്ച് ചെയ്യാട്ടോ. പിന്നെ ഒറ്റ സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്തിരി ഉപ്പും കൂടെ ഇട്ടെന്ന് ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അടുപ്പത്ത് വെച്ചും ഇത് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇറച്ചി വേകുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ അത് അടുപ്പത്ത് വെച്ചിട്ട് മാറാം. ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. പറഞ്ഞില്ല 2 കിലോ ഇറച്ചിക്കുള്ളതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചമുളകാണിത്. ഇത് കീറണം കേട്ടോ, കീറി എടുക്കണം. ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 20 വരെ ആകാം. പിന്നെ ഇത് വെളുത്തുള്ളി, 2 പിടി വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, അതും ഇങ്ങനെ 2 പിടിയുണ്ട്. പിന്നെ ഇത് പുതിന, മല്ലി, കറിവേപ്പില, അത് കുറച്ച് വീതം. പിന്നെ മുളക് പൊടി 3 സ്പൂണ്, 1 സ്പൂൺ നമ്മൾ നേരത്തെ ചേർത്തല്ലോ. ഇത് കുരുമുളക് പൊടി 2 സ്പൂണ്, ഗരം മസാലപ്പൊടി 2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ പെരിഞ്ജീരകം 2 സ്പൂണ്, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 2 സ്പൂണ്. ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിനു മുമ്പ് കാണിച്ചത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വെള്ളം, കുറച്ച് വെള്ളം മതി, 1 ഗ്ലാസ് വെള്ളമൊക്കെ മതി നമുക്ക്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ നമ്മുടെ അടുപ്പ് കത്തിച്ച് വിറകൊക്കെ ഇട്ട് കത്തിച്ച് ഉരുളി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ വെന്തിട്ടുണ്ട്. അതിൻ്റെ വിസിലൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ട്, പ്രഷറൊക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ഈ വെളിച്ചെണ്ണ ചൂടായതിനകത്തേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ, ഇതൊന്നും ചതയ്ക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അലിഞ്ഞു പൊക്കോളും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് അല്പനേരം ഒന്ന് വാടി വന്നോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇലകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, ബാക്കിയുള്ള സാധനങ്ങൾ അതെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ നല്ല റെസിപ്പിയാണിത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ചധികം കറിവേപ്പില ഇടണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടാൻ ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി, പുതിന, അതും ഒരു 2 പിടി വീതമുണ്ട്, അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 1 കിലോയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം ഇതിൻ്റെ പകുതി അളവ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മുടെ പെരിഞ്ജീരകം, മുഴുവനുള്ള പെരിഞ്ജീരകം മുഴുവൻ ഇട്ടിട്ട് അല്പം ബാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി 3 സ്പൂണ്, 1 സ്പൂൺ നമ്മൾ നേരത്തെ ചേർത്തല്ലോ. പിന്നെ കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ടു, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇപ്പോൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് അതിന് പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ മറ്റേ ഇറച്ചി ജസ്റ്റ് ഒന്ന് വേവിച്ചല്ലോ. പിന്നെ കുറച്ചുപ്പ്, 1 സ്പൂൺ ഉപ്പ് മതി. ആദ്യം നമ്മൾ ഒരു 3/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മളിനി ഇത് നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തുവിടാം. ഗൾഫിലല്ല, ഏത് ദൂരോട്ടൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ്. അതുപോലെ ഇത് ഉണ്ടാക്കി വെച്ചാൽ 1 മാസമൊക്കെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പം നമ്മുടെ ഇറച്ചി ഇത്രയും വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട് കേട്ടോ, 1/2 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് പതുക്കെ ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് തിളച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി വെള്ളം മുഴുവൻ നമുക്ക് വറ്റി വരേണ്ടതാണ്. അപ്പോൾ ഇത് വറ്റി കഴിയുമ്പോൾ നമ്മുടെ ഇറച്ചിയുടെ വേവ് പാകത്തിനായി വരും.
പറഞ്ഞല്ലോ അരവേവായിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. കൊടുത്തിട്ട് നമുക്ക് നമ്മളുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി വെന്തോട്ടെ. വെന്തിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചുവട്ടിലൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവട്ടിൽ പിടിക്കില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാലാണ് പിടിക്കാൻ സാധ്യത. ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ പിടിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ നമുക്ക് ജോലി എളുപ്പമുണ്ട്. അരിയാനോ ചതയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. അതാ വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടെ മതി കേട്ടോ ഇത് വറ്റി വരാനായിട്ട്. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. ഇതാ വീണ്ടും വെള്ളം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ തീ ഒന്ന് നന്നായിട്ട് കുറച്ചിടാം. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ചെയ്താൽ മതി. ഇതിനിടയ്ക്ക് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വറുത്ത് ചേർക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അതായത് ഇത് കാഷ്യൂനട്ടാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു കുറച്ച് കാഷ്യൂനട്ട് ഞാനെടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. അത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ആ തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഈ കശുവണ്ടി കോരി കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്തിട്ട് വറുക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം. കാഷ്യൂനട്ട് പാകമായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു റെഡ് കളറായാൽ മതി. ഇത് നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവന്നാൽ മതി, കരിഞ്ഞൊന്നും പോവാതെ നോക്കണേ. തേങ്ങ ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വറുത്ത് കോരി വയ്ക്കാം. ഇത്രയും കരിവേപ്പില എടുത്തു കൊടുത്തു. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. നല്ല ടേസ്റ്റാണിത്. നമ്മുടെ ഇതിൻ്റെ ഇറച്ചിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത്തിരി വലിയ ഉരുളിയായി പോയേണ്ടത്. പാകത്തിനുള്ള ഉരുളി എടുക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ഇളക്കാനൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇത്തിരി വലുതെടുത്തു കേട്ടോ. അത് കണ്ടില്ലേ, 2 കിലോ ഇറച്ചി വറ്റി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരല്പം വെളിച്ചെണ്ണ നിർബന്ധമില്ല. വെളിച്ചെണ്ണയും കൂടെ ഒന്നും കൂടി ഇത്തിരി വെളിച്ചെണ്ണ, അത് വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. 1 സ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതിനകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതൊന്നും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. വിരുന്നുകാർക്ക് കൊടുത്താൽ അവരൊക്കെ ഞെട്ടിപ്പോകും കേട്ടോ. അത്രമാത്രം രുചിയാണ് ഇതിന്. ഇനി ഇതിനു മുമ്പ് ചെയ്ത് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണിത്. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂനട്ട് ഓപ്ഷനിലാണേ. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇറക്കിയാൽ മതി. അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും അല്ലേ? എൻ്റെ FB പേജ് ഫോളോ ചെയ്യാത്തതൊന്ന് ഫോളോ ചെയ്യണേ. ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അടുപ്പിലെ തീയൊക്കെ കെടുത്തിയിട്ടുണ്ട്. ഏത് ഫംഗ്ഷൻ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ബീഫാണ്. ഞാനത് ഗ്യാരണ്ടി പറയുകയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് എഴുതണേ. എന്നാലേ നിങ്ങൾ ആരൊക്കെ കണ്ടു എന്നും കൂടെ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത്ര നാൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ വളരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് കോരി വെച്ചാൽ മതി. കോരി വെച്ചിട്ട് അത് ഒരാഴ്ചയൊക്കെ പുറത്തിരുന്ന് ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ഇതൊക്കെ തീർന്നു പോകും. ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനിയും സബ് ചെയ്യാത്തൊന്ന് സബ് ചെയ്തേക്കണേ.
അതിരുചികരമായ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു അടുത്ത തവണ ബീഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.